ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുറുബി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ സ്നാക്കാണ്. ഇതാണ് ചിക്കൻ കിഴി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇതാ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിക്കണം. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി കുക്കറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഒഴിച്ച് പോകരുത്. കാരണം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് പോകരുത്. എന്നിട്ട് കുക്കർ ഒന്ന് മൂടിയിട്ട് നമ്മൾക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിസിലിട്ടാൽ മതിയാകും. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഒരു വിസിലൊക്കെ ഇട്ട് ആവിയൊക്കെ പോയതിന് ശേഷം ഇതാ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ആ ചിക്കൻ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇവിടെ ഈ ചിക്കൻ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതിയാകും. ഇവിടെ ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഒരു ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾക്ക് എത്ര മസാല വേണമോ അതിനനുസരിച്ചുള്ള ഉള്ളി നമുക്ക് എടുക്കാം. ഇവിടെ ഈ ഉള്ളി കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് കൂടി പോകരുത്, ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റിയതിന് ശേഷം ഇനി അടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കുവാൻ. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ മസാല റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇവിടെ റെഡി ആയിരിക്കുന്ന ചിക്കൻ മസാല ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ ഇതാ ഒരു ബൗളിലേക്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പശു നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരുമിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾക്കൊരു ചപ്പാത്തി മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കൂട്ട് വേണ്ടത്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തൊന്ന് പരത്തണം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബോൾ സൈസിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊടി യൂസ് ചെയ്യാം, ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പൂരിയുടെ സൈസിലാണ് ഇപ്പോൾ ഇവിടെ പരത്തിയിരിക്കുന്നത്, കുറച്ച് നേർങ്ങാൻ. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾക്ക് ആക്കിയെടുത്തിരിക്കുന്ന ചിക്കൻ മസാല നിറച്ച് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യമുള്ളത്ര മസാല നിറച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും കൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ ഒരു വെസൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആക്കിയെടുത്തിരിക്കുന്ന ആ ചിക്കൻ കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒരു ഗോൾഡൻ കളറിൽ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ കിഴി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആയി എണ്ണയിൽ നിന്ന് കോരുവാണ്. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചിക്കൻ കിഴി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോനൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നമ്മൾക്കിനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്